പോരൂർ ഗ്രാമപഞ്ചായത്തിലെ താലപ്പൊലിപ്പറമ്പ് 19-ാം വാർഡിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുമായാണ് UDF സ്ഥാനാർത്ഥി വി ശിവശങ്കരൻ മത്സരത്തിനിറങ്ങുന്നത്. 4 പതിറ്റാണ്ടോളം ഇതേ പ്രദേശത്ത് സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അറിയാലോ, ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. വോട്ടർ സ്ലിപ്പാണ് തരുന്നത്. തീർച്ചയായും മുൻകാലങ്ങളിൽ സഹായിച്ചതുപോലെ തീർച്ചയായും ചേർത്ത് പിടിച്ച് സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് നാട്ടിൽ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നാടിന് വേണ്ടി പ്രവർത്തിക്കണവരാ വരേണ്ടത്. തീർച്ചയായിട്ടും വോട്ട് അഭ്യർത്ഥിച്ചു വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ എല്ലാ ആളുകളും സഹായം ഉണ്ട്, അതുപോലെ നിങ്ങളൊക്കെ പരിപൂർണമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് വലിയ ഒരു വികസന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ജനക്ഷേമകരമായ ഒട്ടനവധി പരിപാടികളിലൂടെ നടത്താൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയും എല്ലാ സഹായവും അഭ്യർത്ഥിക്കുകയാണ്. അടിയിരുന്നോളി നീക്കൊന്നും വേണ്ട. അപ്പൊ വോട്ട് അഭ്യർത്ഥിച്ചു വന്നതാണ് കേട്ടോ. ഓ ബേട്ടാ, അപ്പൊ വോട്ട് അഭ്യർത്ഥിച്ചു വന്നതാണ്. അറിയാലോ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. നമ്മളെല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൂടി നമ്മളൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഇവിടെ മത്സരിക്കുകയാണ്. അപ്പൊ എല്ലാ പിന്തുണയും സഹായവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഈ 19-ാം വാർഡിൽ നിൽക്കുന്നുണ്ട്. ഇതുവരെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ബസ് വന്നത്, റേഷൻ പീടിക വന്നത് ഒക്കെ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ ഈ വാർഡിൽ ശിവശങ്കരൻ ജയിച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ UDF മുന്നണി ഭരണത്തിലിരുന്ന പോരൂർ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ കയ്യിലുള്ള വാർഡാണ് 19-ാം വാർഡ്. ഈ വാർഡ് അടങ്ങുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കൂടിയായിരുന്നു വി ശിവശങ്കരൻ. ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി 19-ാം വാർഡിൽ മത്സരിക്കുന്നത് ശിവശങ്കരനാണ്. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്താണ്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിൽ മത്സരിച്ച് നല്ല ലീഡിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ്. അദ്ദേഹം പ്രാവശ്യം വാർഡിൽ മത്സരിക്കുന്നുണ്ട്, 19-ാം വാർഡിൽ. അദ്ദേഹം ഈ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചേരിപ്പറമ്പ് തൊട്ട് കേക്കേക്കര, താലപ്പൊലിപ്പറമ്പ് തൊട്ട് മുണ്ടത്തോട് ഭാഗത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് മുതലൊടിച്ചിട്ട്, അതുപോലെ ബസ് റൂട്ട്, റോഡുകൾ, കോൺക്രീറ്റുകൾ, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ നാടിന് തുടർ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ എല്ലാവരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. നമ്മളെ നാട്ടിൽ ഏറ്റവും വികസനം കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ കുളങ്കര മോഹൻ എന്ന് പറഞ്ഞ ആളാണ്. ഓനിവിടെ അനവധിയോ വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ ബസ്സുകൾ, സീറ്റ് ലൈറ്റുകൾ, അങ്ങനെ പല വക റൂട്ടിൻ്റെ പല പണികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലേക്ക് ഒരു മാന്യനായിട്ട് എല്ലാ ഇതിനും പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവരാനും വിജയിക്കാനും പറ്റിയ ഒരാളാണ്. അപ്പോൾ ഓനിവിടെ വിജയിച്ച് കാരണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. അതുപോലെ എൻ്റെ ഉദ്ദേശം നിൽക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയും. പോരൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലത്തും UDFന് വളക്കൂറുള്ള മണ്ണാണ്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ ആവേശപൂർവ്വം ഗ്രാമപഞ്ചായത്ത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു വാർഡ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വാർഡ് UDF ഭരണത്തിലാണ്. UDF ഭരണകാലത്ത് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ മുൻനിർത്തിയാണ് ഐക്യജനാധിപത്യ മുന്നണി 19-ാം വാർഡ് നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഈ പ്രദേശത്തിന് എല്ലാവർക്കും സുപരിചിതനായ ശിവശങ്കരൻ എന്ന കോൺഗ്രസ് നേതാവാണ്. കഴിഞ്ഞ 5 വർഷമായി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിച്ചതിൻ്റെ, അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഊർജമാണ് അദ്ദേഹം ഈ വാർഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വൻ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഏതായാലും W വിഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ്
ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾ എന്നുള്ള നിലയ്ക്ക്, ഇവിടെ തന്നെ ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക്, നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ സാമൂഹ്യ സേവന രംഗത്ത് നിലനിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എല്ലാ ആളുകളെയും കാണാനും ഒക്കെ ഉള്ളത്. എന്താണ് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ തികച്ചും 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതിൻ്റെ കാരണം ഇവിടെ കുട്ടിക്കാലം മുതൽ ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഒരു പൊതു രംഗത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തി അവരോടൊപ്പം നിന്നുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് ഉറപ്പാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിച്ച 5 കൊല്ലം എന്താണ് അതൊരു വലിയ ആത്മവിശ്വാസമാണല്ലോ. ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് കാര്യമായിട്ട് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷങ്ങളാണ് കടന്നുപോയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനപ്രതിനിധിയായി വരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം 2 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായും 7 മാസക്കാലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായും 2.5 വർഷക്കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ഭരണസമിതി അംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ വണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തിനകത്തുള്ള 200ഓളം വരുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിനകത്ത് തന്നെ 5 തരത്തിലുള്ള തെറാപ്പി കൊടുക്കുവാനും സൗജന്യമായി തെറാപ്പി കൊടുക്കുവാനുള്ള പ്രവർത്തനം ആണ് ഏറ്റവും മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2.5 വർഷക്കാലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചപ്പോൾ ഭരണസഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വണ്ടൂരിലെ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനും താലൂക്ക് ആസ്പത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. നമ്മുടെ ഈ 19-ാം വാർഡ് നിൽക്കുന്ന ഈ ഏരിയ, ഇതിൽ എത്ര വോട്ടർമാരുണ്ട്? ഏതാണ്ട് 1353 വോട്ടർമാരുണ്ട്. 1323 വോട്ടർ. 1323 വോട്ടർമാരുള്ള ഈ വാർഡിൽ എന്താണ് നമ്മുടെ ഒരു ഭൂരിപക്ഷത്തെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ? 1323 വോട്ടർമാരുള്ള ഈ ഒരു വാർഡിൽ എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഈ 1323 ആളുകളും. എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണെങ്കിലും എന്നെ ഇവിടെ ഈ 1323 പേര് വിളിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന എൻ്റെ രക്ഷിതാക്കൾ വിളിച്ചിട്ടുള്ള മാനു എന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലെ ഓരോ വോട്ടറെയും വോട്ടിന് വേണ്ടി ചെല്ലേണ്ട ഒരു സാഹചര്യമില്ല. അവരോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ 45 വർഷത്തിലധികമായി അവരോടൊപ്പം തന്നെയാണ്. അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ അവരോടൊപ്പം തന്നെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം. അപ്പം നമ്മൾ ഈ ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണല്ലോ. അടുത്ത 5 വർഷം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കെ ഇപ്പോൾ നിലവിൽ ഈ വാർഡിൽ ആളുകൾ അനുഭവിക്കുന്ന ഏത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് മനസ്സിലുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ യുവാക്കൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക പുതിയ ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായും ഈ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ ജനപ്രതിനിധിയായി വരുന്നതിന് മുമ്പ് തന്നെ ബസ് റൂട്ട് അനുവദിപ്പിക്കുന്നതിന്, റേഷൻ കട കൊണ്ടുവരുന്നതിന്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തേക്ക് റോഡുകൾ കൊണ്ടുവരുന്നതിന്, അതിനുശേഷം ജനപ്രതിനിധി ആയതിനു ശേഷം ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മകൾ രൂപീകരിച്ച് നിരവധി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ ഏറ്റവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് അകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായൊരു പ്രവർത്തനം വിജ്ഞാനവാടി എന്ന് പറയുന്ന ഇവിടെയുള്ള കിഴക്കേക്കര അംഗൻവാടിക്ക് മുകളിൽ സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുകയും ആ സാംസ്കാരിക കേന്ദ്രത്തിനകത്ത് വിജ്ഞാനവാടി കേന്ദ്രം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജ്ഞാനവാടി കേന്ദ്രം എന്ന് പറയുന്നത് ഈ വാർഡിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിലോ മറ്റ് സർക്കാർ സംവിധാനങ്ങളെയോ ആശ്രയിക്കുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും വിജ്ഞാനപ്രദമായ വിജ്ഞാനവും വിനോദവുമായ പ്രവർത്തനങ്ങൾക്ക് TV ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഇവിടെ ഈ വാർഡിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യുവാക്കൾക്ക് വേണ്ടി പ്രിയദർശിനി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തി അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ ഗ്രാമപ്രദേശത്ത് ഒരു 31 വർഷമായി
ഏറ്റവും അടിസ്ഥാന വർഗമായ ക്ഷീരകർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ്. 31 വർഷം ചാത്തങ്ങോട്ടുപുറം ക്ഷീരസംഘത്തിൻ്റെ സെക്രട്ടറിയായി ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ്. ഈ കെട്ടിടത്തിന് ഒരുപാട് സൗകര്യങ്ങളുള്ള ഈ കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള ഇവിടുത്തെ ആളുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തന്നെയുള്ള വിജ്ഞാനപ്രദമായ ഒരു കേന്ദ്രം അനുവദിക്കുന്നതിന് ഇവിടെ ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേന്ദ്രവും ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഏറ്റവും ഗുണകരമായ വയോജനങ്ങൾക്ക് വന്നിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ പരിപാടികൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപേക്ഷകൾ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ എല്ലാം, കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, PSC കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഇവിടെ ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തിന് ഒരു പൊതുവായ വെള്ളാട്ടംകുണ്ട് മൈതാനം എന്ന് പറയുന്ന ഒരു മൈതാനമുണ്ട്. ആ മൈതാനം ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ നവീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതി കയ്യിലുണ്ട്. അത് ഒരു മിനി സ്റ്റേഡിയമാക്കി ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കലാകായിക പരിപാടികളും നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു കേന്ദ്രം അവിടെ സ്ഥാപിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ചാത്തങ്കോട്ടുപുറത്തിൻ്റെ താലപ്പൊലിപ്പറമ്പിൻ്റെ പ്രിയപ്പെട്ട മാനുവേട്ടനായി ഇനിയുള്ള കാലവും ഒരു ജനപ്രതിനിധി കൂടിയായി അതിൻ്റെ കൂടി ശക്തിയിലും ബലത്തിലും ഈ പ്രദേശത്തിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നൽകാനുള്ള ഒരു അവസരം കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, പോരൂർ.